ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജൂലൈ 20. വീണ്ടും ഭീകരാക്രമണങ്ങളിൽ വിറങ്ങലിച്ച് ജമ്മു കശ്മീർ. ഭരണഘടനയുടെ 370 അനുച്ഛേദം അനുവദിച്ചിരുന്ന പ്രത്യേക പദവി ഏകപക്ഷീയമായി എടുത്തുകളഞ്ഞിട്ടും ജമ്മു കശ്മീരിൽ വെടിയൊച്ചകൾ നിലയ്ക്കുന്നില്ല. ജമ്മു കശ്മീർ നിയമസഭ പിരിച്ചുവിട്ടും സംസ്ഥാന പദവി എടുത്തുകളഞ്ഞുമാണ് 2019 ആഗസ്റ്റിൽ രണ്ടാം മോദി സർക്കാർ പ്രത്യേക പദവി റദ്ദാക്കിയത്. സംഘപരിവാറിന്റെ പ്രധാന വർഗീയ അജണ്ടകളിലൊന്ന് ലോക്സഭയിലെ വലിയ ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തി BJP സർക്കാർ ജമ്മു കാശ്മീരിന് മേൽ അടിച്ചേൽപ്പിച്ചു. ഇതോടെ ജമ്മു കാശ്മീർ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് തുല്യമായെന്നും തീവ്രവാദം ഇനി തലപൊക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അവകാശപ്പെട്ടു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമി അടക്കം കശ്മീർ താഴ്വരയിലെ മുഖ്യധാര രാഷ്ട്രീയ നേതാക്കളെയെല്ലാം വീട്ടുതടങ്കലിലാക്കിയാണ് പ്രത്യേക പദവിയും സംസ്ഥാന പദവിയും മോദി സർക്കാർ എടുത്തുകളഞ്ഞത്. പ്രതിഷേധിച്ചവരെല്ലാം കൂട്ടത്തോടെ ജയിലിൽ അടച്ചു. പ്രശ്നക്കാരെന്ന് സർക്കാർ മുദ്രകുത്തിയ ആയിരക്കണക്കിന് കശ്മീരികൾ ഇപ്പോഴും ഡൽഹിയിലും UPയിലുമൊക്കെയായി ജയിലുകളിൽ തുടരുകയാണ്. പ്രത്യേക പദവി എടുത്തുകളഞ്ഞതിന് ശേഷം മാസങ്ങളോളം കശ്മീർ താഴ്വര ഒരു തുറന്ന ജയിലിന് സമാനമായിരുന്നു. കശ്മീരികളിലെ അടച്ചുപൂട്ടൽ, പ്രതിഷേധവും കല്ലേറും സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലും പെല്ലറ്റ് തോക്കുകളുടെ പ്രയോഗവും ഏറെ നാൾ നീണ്ടു. ദേശീയ രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും കശ്മീരിലേക്ക് പ്രവേശനം നിഷേധിച്ചു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് പ്രത്യേക പദവി റദ്ദാക്കപ്പെട്ടതിന് ശേഷം താഴ്വരയിൽ കാലുകുത്തിയ ആദ്യ ദേശീയ നേതാവ്. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടി ശ്രീനഗറിലെത്തിയ യെച്ചൂരി വീട്ടുതടങ്കലിലായിരുന്ന തരിഗാമിയെ സന്ദർശിച്ച് താഴ്വരയിലെ സ്ഥിതിവിവരങ്ങൾ മനസ്സിലാക്കി. യെച്ചൂരി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തരിഗാമിക്ക് ഡൽഹി എയിംസിൽ ചികിത്സയ്ക്കുള്ള സൗകര്യം ലഭിച്ചു. ഇന്റർനെറ്റ് വിലക്കിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേലുള്ള നിയന്ത്രണങ്ങൾക്കുമെല്ലാം യെച്ചൂരിയുടെ ഇടപെടലിലൂടെ അയവ് വന്നു. താഴ്വര സാവധാനം സമാധാനത്തിലേക്ക് മടങ്ങി. ഇന്ത്യൻ യൂണിയനിൽ ചേരുന്ന ഘട്ടത്തിൽ ലഭിച്ച പ്രത്യേക പദവി എന്ന അംഗീകാരം നഷ്ടമായതിൻ്റെ വേദന മാത്രം കശ്മീരികളുടെ മനസ്സിൽ തുടർന്നു. പ്രത്യേക പദവി ഇല്ലാതായതോടെ ഭീകരത അവസാനിച്ചുവെന്ന് മോദിയും ഷായും തുടർന്നും അവകാശപ്പെട്ടു. ലോക്സഭയിൽ കേവല ഭൂരിപക്ഷമില്ലാതെ ദുർബലനായ പ്രധാനമന്ത്രിയായി മൂന്നാം ഊഴത്തിനെത്തുമ്പോഴും കശ്മീരിൻ്റെ കാര്യത്തിലുള്ള അവകാശവാദങ്ങൾ കുറയ്ക്കാൻ മോദി തയ്യാറല്ല. എന്നാൽ മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അതേ ദിവസം തന്നെ ജമ്മുവിലെ റിയാസിയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ആക്രമിച്ച് 9 പേരെ ഭീകരർ കൊലപ്പെടുത്തി. കത്വയിലും ദോഡയിലും 2 മിന്നലാക്രമണങ്ങളിലായി 9 സൈനികരെ കൊലപ്പെടുത്തി. പ്രത്യേക പദവി എടുത്തുകളഞ്ഞ ഘട്ടത്തിൽ കശ്മീർ താഴ്വരയിൽ മാത്രമായി ഒതുങ്ങിയിരുന്ന ഭീകരത ഇപ്പോൾ ജമ്മുവിലേക്ക് കൂടി വ്യാപിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. 2021 ശേഷം ഭീകരാക്രമണങ്ങളിൽ 125 സുരക്ഷാ ഭടന്മാരാണ് ജമ്മു കശ്മീരിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 52 മരണം ജമ്മു മേഖലയിലാണ്. പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയ 50ഓളം ഭീകരർ നിലവിലെ ജമ്മുവിലെ വനമേഖലകളിൽ ചെറു സംഘങ്ങളായി പിരിഞ്ഞ് താവളം ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ. ഇവർക്കായി വ്യാപക തെരച്ചിൽ തുടരുകയാണ്. ചൈനയുമായുള്ള സംഘർഷത്തെ തുടർന്ന് ജമ്മുവിൽ വിന്യസിച്ചിരുന്ന സൈനികരെ കൂട്ടമായി ലഡാക്ക് അതിർത്തിയിലേക്ക് മാറ്റിയത് ഭീകരർക്ക് അനുകൂല സാഹചര്യമൊരുക്കി. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ സുപ്രീം കോടതി നിർദ്ദേശിച്ച സമയപരിധി സെപ്റ്റംബർ 30 അവസാനിക്കാനിരിക്കെയാണ് ജമ്മു കാശ്മീർ വീണ്ടും ഭീകരതയുടെ പിടിയിൽ അമരുന്നത്. കശ്മീരിൽ 1ഉം 2ഉം മോദി സർക്കാർ തുടർന്ന അടിച്ചമർത്തൽ നയം പൂർണ്ണമായും പാളിയെന്ന് വ്യക്തമാക്കുന്നതാണ് സമീപകാല സംഭവ വികാസങ്ങൾ.